നമസ്കാരം. ഇത് ഒരു റെസ്പോൺസ് വീഡിയോ ആണ്. എനിക്ക് അടുത്തിടെ ലഭിച്ച ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇത് മോശമായതും സ്നേഹരഹിതവുമായ ഒരു വിവാഹ ബന്ധത്തിന് ശേഷം വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു രണ്ടാം വിവാഹം കഴിക്കാനായിട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും വേണ്ടി ഉള്ള വീഡിയോ ആണിത്. ഒന്ന് സങ്കല്പിക്കാമോ? വളരെ മിടുക്കിയും കഴിവുള്ളവളും ക്രിയേറ്റീവായവളും ഹൃദയത്തിൽ നല്ല സ്നേഹം നിറഞ്ഞവളുമായ ഒരു സ്ത്രീ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. മാതാപിതാക്കൾ ഒത്തിരി സന്തോഷത്തോടെയാണ് അവളെ കെട്ടിച്ചയച്ചത്. പക്ഷേ അവൾ ചെന്ന് പെട്ടത് സ്നേഹമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. ആ ഭർത്താവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു വിവാഹ മോചനത്തിൽ അവൾ എത്തിച്ചേരുകയാണ്. അതിൻ്റെ വിഷമങ്ങളും വിഷാദങ്ങളുമെല്ലാം കടന്ന് അതിൻ്റെ ദുഃഖത്തെയെല്ലാം തരണം ചെയ്ത് 8 വയസ്സുള്ള ഒരു മകളോടൊപ്പം അവൾ ഇന്ന് ജീവിക്കുകയാണ്. രണ്ടാമത് ഒരു വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യ വിവാഹം പരാജയപ്പെട്ടതുകൊണ്ട് ഈ ആളുകളെ മനസ്സിലാക്കാനായിട്ട് തനിക്ക് കഴിയുമോ എന്നുള്ള ഒരാശങ്കയിൽ അവൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം വിവാഹത്തിന് ധൈര്യപ്പെടുന്നില്ല. ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. ഇത് ഈ സ്ത്രീയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഇത് പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ഒരു വിവാഹം പരാജയപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കടന്നു പോകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണിത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെന്തോ കുറവുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരാണെന്നോ അർത്ഥം ഇല്ല. പലപ്പോഴും നിങ്ങൾ ഒരുപാട് വൈകാരികമായ വേദനയിലൂടെ, കഠിനമായ സങ്കടങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ജാഗ്രത നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളിനി വേദനിക്കരുത്, നിങ്ങൾക്ക് ഇനി വിഷമമുണ്ടാവരുത് എന്ന് നിങ്ങളുടെ തലച്ചോറും തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ജാഗ്രത നിങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു മതിലുപോലെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരനുഭവമായിരിക്കും അത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ മതിലുകൾക്കപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നല്ല സന്തോഷവും നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടാകാം. നമ്മളതിനെ ഒരുപക്ഷെ തടഞ്ഞു വെച്ചിരിക്കുകയാവാം. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട സത്യം. നിങ്ങളുടെ രണ്ടാമത്തെ വിവാഹം എന്നുള്ളത് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ തനിയാവർത്തനമാകണമെന്നില്ല. പക്ഷേ അതിനായി ബോധപൂർവം വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയും ഒരു വ്യക്തിയെയും തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് വാസ്തവം. സമാധാനപരവും സ്നേഹനിർഭരവുമായ ഒരു രണ്ടാം ദാമ്പത്യത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു 6 കാര്യങ്ങളാണ്. 6ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെൽഫ് അവെയർനെസ്. ഒരു സങ്കടത്തിലൂടെ കടന്നു പോയതുകൊണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തി കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഇഷ്ടങ്ങളും പരിമിതികളും നിങ്ങളുടെ വാല്യൂസ് ഇതെല്ലാം എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ട, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ് ആദ്യ വിവാഹത്തിന് ശേഷമുള്ള സമയം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു രണ്ടാം വിവാഹത്തിൽ വേണ്ടതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഒരുപക്ഷെ നിങ്ങൾക്കതിന് എളുപ്പമായി വരില്ല. എൻ്റെ ഒരു ക്ലയൻറ്റ് ഈ ഒരു വിഷയവുമായിട്ട് എന്നെ സമീപിച്ചത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വളരെ വിഷമം പിടിച്ച ഒരു വിവാഹ മോചനത്തിലൂടെ കടന്നു പോയതിന് ശേഷം അവർ ചെയ്തത്, തൻ്റെ ചിന്തകളുമൊക്കെയായി എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷൻ എഴുതുക. നിങ്ങൾ ആരാണ്, നിങ്ങൾക്കിനി എങ്ങോട്ടാണ് പോവേണ്ടത്, ഇതൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് എഴുതാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അവർ സമയമെടുത്ത് തൻ്റെ ചിന്തകളും വികാരങ്ങളുമെല്ലാം ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ചു, ധ്യാനിച്ചു. അങ്ങനെ ആ ഒരു പ്രോസസ്സിൻ്റെ അവസാനം അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്നെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കിയത് ഇപ്പോഴെനിക്ക് എൻ്റെ ജീവിതത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ യാത്ര ആരംഭിക്കാം.
എൻ്റെ പുതിയ പാർട്ട്ണറെ തേടിയുള്ള എൻ്റെ യാത്ര. സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ചും ആദ്യത്തെ വിവാഹ മോചനത്തിന് ശേഷം. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ തീവ്രമായ വികാരങ്ങളെക്കാൾ നമ്മുടെ മനസ്സമാധാനത്തിന് മുൻഗണന കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും മോശമായ ഒരു ബന്ധത്തിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളെ ഒത്തിരി പ്രാധാന്യം നൽകി നമ്മൾ പരിഗണിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ചും ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാരേജ് അവസാനിച്ചതിന് ശേഷം നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് പരിഗണന തന്നാൽ, അത് നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനെയൊക്കെ ഒന്ന് അളന്നു നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസിക സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. യഥാർത്ഥ സ്നേഹം എന്നുള്ളത്, പ്രത്യേകിച്ചും നമ്മൾ രണ്ടാമതൊരു വ്യക്തിയെ അല്ലെങ്കിൽ സ്നേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ശാന്തതയും സ്ഥിരതയും ഒരു സുരക്ഷിതത്വ ബോധം നൽകുന്നതുമായ ഒരു സ്നേഹമായിരിക്കണം അത്. എൻ്റെ ഒരു ക്ലയൻറ്റ് പങ്കുവെച്ചത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ രണ്ടാം ഭർത്താവ്, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ വീട് പോലെയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. അതുപോലെയാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സുരക്ഷിതത്വം തോന്നുകയാണ്. അദ്ദേഹം എന്നെ കേൾക്കാനായിട്ട്, എന്നെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നല്ലൊരു അനാലജിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സ്ഥിരത ഉള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ തേടേണ്ടത്, പ്രത്യേകിച്ചും രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിക്കുമ്പോൾ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തുറന്ന് സംസാരിക്കുക. നമ്മൾ കാണുന്ന വ്യക്തിയോട്, നമ്മൾ കാണുന്ന ആദ്യത്തെ വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കുക അല്ലല്ലോ ചെയ്യുന്നത്. അനുയോജ്യനായ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ തുറന്ന് സംസാരിക്കാനും സുതാര്യതയോടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് അതിൽ നമ്മുടെ വിജയത്തിന് സാധ്യത കൂടുതലുള്ളത്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭയങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ചുമെല്ലാം തുടക്കത്തിൽ തന്നെ സംസാരിക്കുക. ഞാൻ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ വലിയ പേടി ഇതാണ്. അതുകൊണ്ട് എനിക്ക് തീരുമാനമെടുക്കാനായിട്ട് ഞാൻ എൻ്റെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായി ഒരു പദ്ധതി തയ്യാറാക്കി പങ്കാളിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറും. പുതിയ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ തന്നെ എടുത്തു ചാടി ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പരസ്പരം ഒന്ന് ചോദിച്ച് കാര്യങ്ങൾക്കൊരു വ്യക്തത കൊണ്ടുവരാൻ കൂടി ശ്രമിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുകയാണ്. നാലാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന പങ്കാളിയുടെ വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തികൾ കൂടി ശ്രദ്ധിക്കുക. പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു കാര്യം ഇതാണ്. പലരും നല്ല വാക്കുകൾ അവരുപയോഗിക്കും. വാക്കുകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരുടെ പ്രവൃത്തികൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വാഗ്ദാനങ്ങളെക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് അവരുടെ പ്രവൃത്തികളെയാണ്. അപ്പോൾ ഒരാൾ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: അവരുടെ രണ്ടാം വിവാഹത്തിൽ അവരുടെ ഭർത്താവ് വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ആദ്യത്തെ വിവാഹത്തിൽ ഭയങ്കരമായ സ്നേഹപ്രകടനമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിവാഹത്തിൽ അയാൾ ഓരോ കാര്യങ്ങളിലും ഇവളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, അവളുടെ കുട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും, വീട്ടിലെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യങ്ങളും, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അങ്ങനെ അവളെ ഓർമ്മിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടെ നിന്ന് ഒരു റിയൽ പാർട്ട്ണറായിട്ട് മാറി എന്ന് അവർ പങ്കുവച്ചത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അഞ്ചാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അവർക്ക് ഒത്തിരി അരക്ഷിതാവസ്ഥയും ഒത്തിരി ആശങ്കകളും ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ കൂടി പരിഗണിച്ച് വേണം രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ മക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരെ നിങ്ങളെ ഈ പ്രോസസ്സിൽ സഹായിക്കാനായിട്ട് ക്ഷണിക്കുക. പ്രായപൂർത്തിയായ മക്കൾ തീർച്ചയായിട്ടും അവരുടെ പേരൻസിന് ഒരു തുണയെ കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഒരു രണ്ടാം വിവാഹത്തിൽ കടക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിങ്ങളുടെ പങ്കാളിയുടെ അടുത്തൊരു സുരക്ഷിതത്വവും സ്നേഹവും അംഗീകാരവും ഒക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി കുട്ടിയുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്ന് ശ്രദ്ധിക്കുക. ആ കുട്ടിയോടുള്ള അയാളുടെ പെരുമാറ്റം പലപ്പോഴും നിങ്ങളോടുള്ള അയാളുടെ യഥാർത്ഥ മനോഭാവം കൂടിയായിരിക്കും വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് എങ്ങനെ ഈ പങ്കാളി ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, സമയമെടുക്കുക. പെട്ടെന്ന്
ഒരു തീരുമാനം എടുക്കരുത്. സാധാരണ സംഭവിക്കുന്ന ഒരു അപകടം എന്നുള്ളത് നമ്മളെ ഒരു വിവാഹമോചനത്തിന് ശേഷം ആളുകളെല്ലാം നിർബന്ധിക്കാൻ തുടങ്ങും. പുതിയ ആളെ കണ്ടെത്തിക്കൂ, കല്യാണം കഴിച്ചു, അവർ പുതിയ ആളുകളെല്ലാം കൊണ്ടുവരും. പക്ഷേ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കരുത്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുമ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുന്നത്. ആ വ്യക്തത പലപ്പോഴും സംഭവിക്കുന്നത് സാവധാനത്തിലാണ്. രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾ ഈ സമയമെടുക്കാനായിട്ട് മടി കാണിക്കരുത്. ഒരു 6 മാസം തൊട്ട് 1 വർഷമെങ്കിലും പരസ്പരം പരിചയം പുതുക്കി അല്ലെങ്കിൽ ആ പരിചയത്തിൽ തുടർന്നതിന് ശേഷം മാത്രമായിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ സമയം അവരുടെ ജീവിതത്തിലെ ഒരു ചേർച്ച ഉറപ്പാക്കാനായിട്ട് അവർക്കൊരു അവസരം നൽകും. അതിലൂടെ തങ്ങളാണോ യഥാർത്ഥ പങ്കാളികൾ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ടും അവർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് അവസാനമായിട്ട് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഭൂതകാലം നമ്മുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. ഭാവി എന്നുള്ളത് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ഓരോ അനുഭവവും നമ്മളെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളായിത്തീരാൻ പോകുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ടാം വിവാഹത്തെ ഒരു സന്തോഷത്തിനും ഒരു നല്ല സമാധാനം കണ്ടെത്താനുമുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആശങ്കകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെ തന്നെ വിലമതിക്കുന്നതിലൂടെയും നമ്മുടെ മനസമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതി തീരുമാനമെടുക്കുന്നതിലൂടെയും നമുക്ക് കഴിഞ്ഞകാല മുറിവുകളെ നമുക്ക് ഒരു കുറവുകളായി കാണാതെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്രകാരം ക്ഷമയോടെ ഒരു യാത്ര നടത്തി നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന പ്രോസസ്സ് അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പരിശ്രമിക്കുക. ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായവും തേടുക. ഇങ്ങനെ ഒരുമിച്ച് നിങ്ങളുടെ പുതിയ പാർട്ട്ണറെ കണ്ടെത്താനുള്ള ആഗ്രഹവും അതിൻ്റെ പരിശ്രമവും എല്ലാം ഫലമണിയട്ടെ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.